നമസ്കാരം. ബഹുമാന്യരെ, 5 വർഷത്തിനിടയിൽ എക്സ്ട്രാ ഒരു അഭിസംബോധന ചെയ്യാൻ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടില്ല. ആദ്യമായിട്ട് വരികയാണ്. സമയം 10 മണി. എല്ലാവരും ഏതാണ്ട് ഉറക്കത്തിലാണ്. സന്തോഷം കൊണ്ടും സങ്കടം കൊണ്ടും കണ്ണീര് വരികയാണ്. ഈ പ്രവാചകൻ ദീനി പ്രബോധനമായി തുടങ്ങിയ സമയത്ത് ശക്തമായി എതിർപ്പുണ്ടായി ഒറ്റപ്പെട്ട് നിൽക്കുമ്പോഴേ ഉസ്മാൻ എന്ന അതിവീരാളി വീരൻ, അന്ന് ആ പ്രദേശത്ത് ഏറ്റവും വലിയ സമ്പന്നനും ആരോഗ്യവാനും തൻ്റെയും ധൈര്യശാലിയുമായ പ്രവാചകൻ്റെ കൂടെ വന്നു. അന്ന് യുദ്ധത്തിൽ അദ്ദേഹം വെള്ളം സൂക്ഷിച്ചു. ഈ ഇതിൽ നിന്ന് വെള്ളം കുരം ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങി വാടാന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചു. ഒരാളും വന്നില്ല. അത്ര ശക്തനായിരുന്നു ഉസ്മാൻ. ഞാനിത് പറയാൻ കാരണം, ഗസയിലെ മറ്റു വിഷയങ്ങൾ എന്തുകൊട്ടെ നമ്മളൊന്നും പറയുന്നില്ല, അത് തെറ്റു ശരിയൊക്കെ ഉണ്ടായിരുന്നു. 17,000-ഓളം കുഞ്ഞുമക്കളെ ഇസ്രായേൽ അതിനീചമായിട്ട് കൊലപ്പെടുത്തി. അതിന് കോടിക്കണക്കിന് രൂപയുടെ ചെലവുണ്ട്, ഡോളറിന് ചെലവുണ്ട്. ലോകരാഷ്ട്രങ്ങൾ പല അഭിപ്രായം പറയുന്നു. അവസാനം ഭക്ഷണവും വെള്ളവും മരുന്നും എല്ലാം നിരോധിച്ചിരിക്കുകയാണ്, തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. ഭക്ഷണം കിട്ടാതെ കുഞ്ഞുമക്കൾ വിഷമിച്ചപ്പോൾ ജാതിയും മതവും ഒന്നും ഞാൻ നോക്കുന്നില്ല. ഞാൻ സർവസ്നേഹി ആണ്. എനിക്കതൊന്നും പ്രത്യേകത ഒരു താല്പര്യമില്ല. എല്ലാം രാഷ്ട്രീയമായിരിക്കും. ഞാൻ ഉൾപ്പെടെ നിങ്ങളെല്ലാവരും പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് ചൈന, നീചന്മാരെന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് ചൈന, അവരുടെ സൈനിക സന്നാഹം ഉപയോഗിച്ച് അവരുടെ വ്യോമസേന വിമാനങ്ങളുടെ സപ്പോർട്ട് കൂടി ചരക്ക് വിമാനത്തിൽ വന്നു ഭക്ഷണം വിതരണം ചെയ്യാണ്, മരുന്ന് വിതരണം ചെയ്യാണ്. അപ്പോൾ അവരൊരു കാര്യം പറഞ്ഞു, ഇതിനെ എതിർക്കാൻ തൻ്റെ ഇടമുള്ള ആരെങ്കിലും കൊണ്ട് വാടാ എന്ന് പറഞ്ഞു. ഞാൻ അന്ന് ഉസ്മാൻ അവർകളെ ആണ് ഓർമ്മ വരുന്നത്. ലോകത്ത് അനീതി കൊടികുത്തി വാഴുമ്പോൾ ഏതെങ്കിലും ഒരു കോണിൽ നിന്നോ മനുഷ്യത്വത്തിൻ്റെ, ദയയുടെ, വാത്സല്യത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ, അനുമോദത്തിൻ്റെ, ആശംസകളുടെ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല, എത്ര വാക്കുകൾ പറഞ്ഞാലും ഭേദമില്ല, ഉണ്ടാകുമെന്ന കാര്യത്തിൽ വെച്ച് ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് കേട്ട് കണ്ട വാർത്തയാണ്. അപ്പോൾ കേട്ടല്ല, ശരിയായിരിക്കാൻ സാധ്യത. ശരിയാണെങ്കിൽ ആ ചൈനയുടെ ആ പ്രവൃത്തിക്ക്, മറ്റെല്ലാ കാര്യങ്ങൾക്കൊന്നുമില്ല, ആ പ്രവൃത്തിക്ക് കോടി പുണ്യങ്ങൾ നേരാണ്. കുഞ്ഞുമക്കൾ വിശക്കുമ്പോൾ അത് ജാതി കാണുന്നത്, മതം കാണുന്നത്, രാഷ്ട്രീയം കാണുന്നത്, ആധിപത്യം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നതൊന്നും മനുഷ്യത്വമല്ല. അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന, എന്നെ ശ്രദ്ധിക്കുന്ന ജനങ്ങളെ, ഈ അനർഘ നിമിഷത്തിൽ സന്തോഷം കൊണ്ടും കണ്ണീര് വരും, സങ്കടം കൊണ്ടും കണ്ണീര് വരും. കണ്ണീര് വന്നാണ് ഞാൻ പറയുന്നത്. വാസ്തവത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമായ ഇന്ത്യ, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ, ഭാരത സംസ്കാരം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഹർഷ സംസ്കാരം എന്ന് പറയുന്ന ഇന്ത്യ, നമ്മളാണത് മുൻകൈ എടുക്കേണ്ടത് എന്ന് ചിന്തിച്ചു പോയാൽ കുറ്റം പറയാൻ പറ്റില്ല. അതെന്തോട്ടെ രാജ്യത്തിൻ്റെ തീരുമാനമാണ്, നമ്മൾ ആ തീരുമാനത്തെ അംഗീകരിക്കുകയാണ്. എന്ത് തീരുമാനം രാജ്യത്തെടുക്കാം, ആ രാജ്യ തീരുമാനത്തെ നമ്മൾ അംഗീകരിക്കണം. ഏതായാലും ചൈന ചെയ്ത ഈ പ്രവൃത്തിയോട് ഒരു മനുഷ്യസ്നേഹി, ഒരു സർവസ്നേഹി എന്ന നിലയിൽ ഞാനും എൻ്റെ പാർട്ടിയും അങ്ങേയറ്റം ഈ പ്രവൃത്തിക്ക്, മറ്റെല്ലാ കാര്യങ്ങൾക്കും ഈ ഒരു പ്രവൃത്തിക്ക് 1 കോടി
പുണ്യം നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിൽക്കുവരായി നന്ദി. ജയ് ഹിന്ദ്.